കുവൈറ്റിൽ ട്രാഫിക് നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കിയതോടെ നിയമലംഘനങ്ങളിൽ വലിയ കുറവുണ്ടായെന്ന് ജനറൽ ട്രാഫിക് വകുപ്പ് അറിയിച്ചു. ഫീൽഡ് പരിശോധന, ട്രാഫിക് ഉദ്യോഗസ്ഥന്മാരുടെ വ്യാപകമായ വിന്യാസം എന്നിവ ഇതിനു കാരണമായതായി സ്ഥിതിവിവര കണക്കുകൾ വ്യക്തമാക്കുന്നു. ഒക്ടോബർ മാസത്തിൽ ഒറ്റ ദിവസം 823 നിയമലംഘനങ്ങൾ രേഖപ്പെടുത്തിയപ്പോൾ ജനുവരി 5-ന് അത് വെറും 45 ആയി രേഖപ്പെടുത്തി. ട്രാഫിക് നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നതിൽ ഡ്രൈവർമാരുടെ ഗണ്യമായ പുരോഗതി ഇത് എടുത്തു കാണിക്കുന്നു. ട്രാഫിക് ലൈറ്റുകളിലും റൗണ്ട് അബൌട്ടുകളിലും വാഹനങ്ങൾ നിയമവിരുദ്ധമായി മറികടക്കുന്നത് ഏറ്റവും അപകടകരവും ഗതാഗത അപകടങ്ങൾക്കും തിരക്കിനും പ്രധാന കാരണമാകുന്നുണ്ടെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി. ഇതിനെതിരെ ജാഗ്രതയും പരിശോധനയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. റോഡ് അച്ചടക്കം വർദ്ധിപ്പിക്കുന്നതിനും നിയമലംഘനത്തെ പിടികൂടുന്നതിനും പരിശോധന തുടരുകയാണെന്നും സൂചിപ്പിച്ചു. ഓവർടേക്കിംഗ് നിയമങ്ങൾ ലംഘിക്കുന്നതും മനഃപൂർവ്വം ഗതാഗതം തടസ്സപ്പെടുത്തുന്നതും ശിക്ഷാർഹമാണെന്നും ആഭ്യന്തര മന്ത്രാലയം ഊന്നി പറഞ്ഞു. റോഡ് ഉപയോക്താക്കളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന ഇത്തരം പെരുമാറ്റങ്ങൾ തടയുന്നതിന് കനത്ത പിഴകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം വാഹനങ്ങൾ കണ്ടുകെട്ടാനും ഉദ്യോഗസ്ഥർക്ക് അനുമതിയുണ്ട്. ആവർത്തിച്ചുള്ള ലംഘനങ്ങൾ ഉണ്ടായാൽ പ്രതികളെ ബന്ധപ്പെട്ട ട്രാഫിക് കോടതിയിലേക്ക് റഫർ ചെയ്യും. അതേസമയം പുതുവത്സരത്തിന്റെ തുടക്കത്തിൽ ജനറൽ ട്രാഫിക് വകുപ്പ് നടത്തിയ പരിശോധനയിൽ അമിതവേഗത, അശ്രദ്ധമായ ഡ്രൈവിംഗ് എന്നിവയുൾപ്പെടെ ഗുരുതരമായ നിയമലംഘനങ്ങൾക്ക് 60 ഡ്രൈവർമാരെ അറസ്റ്റ് ചെയ്തു. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ്, വെങ്ങര.